ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെയാണ്, നല്ല മഴയാണിവിടെ. എപ്പോഴും ബാൽക്കണിയിലൊന്നും ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മഴവെള്ളമൊക്കെ വന്നിട്ട്. ഇടയ്ക്ക് ഇത്തിരി മഴയും വെയിലൊക്കെ വേണ്ടല്ലേ. നമ്മൾ വെയിൽ വന്നാൽ പറയും അയ്യോ വെയിൽ എന്ന്, മഴ വന്നാൽ പിന്നെ പറയേ വേണ്ട, മഴയെ ശപിച്ച് കൊല്ലും. ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര മടിയായിരിക്കില്ലേ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന് ഭയങ്കര മടിയാണ് രാവിലെ തൊട്ട്. അപ്പോൾ വലിയ പണിയൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് റെസിപ്പി കാണാം. ഇന്ന് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതോന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് സാധാ മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. മീനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് വെക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. സാധാരണ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല മുട്ട മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മത്തിയൊക്കെ ഇന്ന് പൊരിക്കാനാണ് പ്ലാന്. അപ്പോൾ സിമ്പിൾ ചെമ്മീൻ കറിയും മത്തിപ്പൊരിയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. നോക്കിയാൽ നന്നായിട്ട് മുട്ടയൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് കേട്ടോ ചോറൊക്കെ വയ്ക്കുന്നത്. നമ്മുടെ മത്തിയിൽ മസാലകളൊക്കെ പുരട്ടി വയ്ക്കാം. ഇഞ്ചി ഗാർലിക് പേസ്റ്റൊന്നും ഞാൻ അധികം ഇടാറില്ല. സാധാ നമ്മളെങ്ങനെയാണോ മസാലകൾ ആഡ് ചെയ്യുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം എല്ലാം ഒന്ന് മത്തിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെക്കും. അപ്പം നമ്മുടെ ചെമ്മീൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. എന്നിട്ട് ഒരു പിടി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഉണ്ടല്ലോ, പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ടൊന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. സംഭവം കാണാനൊക്കെ സിമ്പിളായിരിക്കും, ഒന്നുമില്ല എന്ന് വിചാരിക്കും, പക്ഷേ ടേസ്റ്റ് ഉണ്ടല്ലോ അത് പറയാതിരിക്കും വയ്യ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറായിരിക്കും. വളരെ പെട്ടെന്ന് ആവുകയും ചെയ്യും. അങ്ങനെ ഞാൻ പൊരിക്കാൻ വെച്ചു. മത്തിക്കിപ്പം നല്ല ഒടുക്കത്തെ വിലയാണ്, പക്ഷെ എന്നാലും മത്തി പൊരിച്ചതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് അടിപൊളിയല്ലേ. എനിക്ക് മത്തി കറി വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം പൊരിക്കുന്നതാണ് കേട്ടോ. പൊരിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അതും നല്ല നെയ്യ് നിറഞ്ഞ മത്തി കിട്ടണം. ആഹാ സൂപ്പർ. മാംഗ്ലൂർ ഇവിടെ അടുത്ത് കടലും പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ മീൻ കിട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഈ പൊരിക്കുന്നതിൽ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്മോക്കി ടേസ്റ്റ് വരും. അപ്പം ഞാൻ ലഞ്ച് കഴിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.